എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ ഗസ്റ്റ് ഷെഫ് സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. അമ്മൂസ് മന്ത്ര എന്ന യൂട്യൂബ് ചാനലിലെ അനീറ്റ ജെറിനാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഷെഫ്. അനീറ്റയുടെ മറ്റു റെസിപ്പികൾ അമ്മൂസ് മന്ത്ര എന്ന ചാനലിൽ കാണാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയുമായി ഷെയർ ചെയ്യാനും മടിക്കരുത്. ഞങ്ങളുടെ ചാനലിൽ ഗസ്റ്റ് ഷെഫായി വരാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ID വഴിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വഴിയോ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ അനീറ്റ. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചിക്കൻ സ്റ്റീക്ക്. ഇതൊരു വെസ്റ്റേൺ ടൈപ്പ് ഫുഡാണ്. ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷിൽ ചിക്കനെ പോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടത്തിനും അവൈലബിലിറ്റിക്കും അനുസരിച്ച് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ചിക്കനേക്കാളും ടേസ്റ്റിയാണ് ഈ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഈ ഡിഷ് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബോണോട് കൂടിയിട്ടുള്ള പീസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാരിനേറ്റ് ചെയ്യുമ്പം നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കൻ്റെ പീസിനെ മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, 1 ടീസ്പൂണോളം ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ. പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സുമാണ് ഈ ഡിഷിൻ്റെ സ്പൈസിനെ നിർണ്ണയിക്കുന്നത്. സ്പൈസി ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും കുറച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഒറിഗാനോ ഒരു വെസ്റ്റേൺ ഹെർബാണ്. നമ്മൾ പിസയിലും മറ്റും ചേർക്കാറുണ്ട്. ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അടുത്തായിട്ട് റോസ്മേരിയും ഒരു വെസ്റ്റേൺ ഹെർബാണ്. നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ചേർക്കാം. ലെമൺ ജ്യൂസ് വളരെ നല്ലതാണ്. ചിക്കനെ ഒന്ന് ടെൻഡർ ആക്കാനായിട്ട്, ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് ലെമൺ ജ്യൂസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഒരു ഹാഫ് ലെമണിന്റെ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കാം. ഒലിവ് ഓയിൽ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ നമുക്ക് ചേർക്കാം. ഒലിവ് ഓയിൽ കിട്ടിയില്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലും ചേർക്കാവുന്നതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചിക്കനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ഈ ചിക്കനെ ഒരു 30 to 45 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഹാഫ് ആൻ അവർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്രില്ലിംഗ് പാൻ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഗ്രില്ലിംഗ് പാൻ ഇല്ലാത്തവർ സാധാരണ ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് പാൻ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പം ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം. ഒലിവ് ഓയിൽ അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വേണം ഒഴിക്കാനായിട്ട്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. 1 or 2 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓരോ മിനിറ്റ് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയത്ത് ഫ്ലെയിം കുറയ്ക്കരുത്. കാരണം നമുക്ക് ആ ചിക്കൻ്റെ ഒരു ഔട്ടർ കോട്ടിങ് നല്ല ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസസ് നമുക്കിടാം. ചിക്കൻ്റെ പീസസ് മാത്രമല്ല, നമ്മൾ ആ മാരിനേറ്റ് ചെയ്തതിൻ്റെ ബാക്കി എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് അതിലുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേർക്കാം. കുഴപ്പമില്ല. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒരു വശം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് തിരിച്ചിടുക. മറ്റേ സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. 1 മിനിറ്റ് 2 സൈഡും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതിനെ ഓവനിലേക്ക് മാറ്റുകയാണ്. ഓവൻ ഇല്ലാത്തവർ ഇതേ പാനിൽ തന്നെ ഫ്ലെയിം വളരെ ചെറുതാക്കി ഇട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇടയ്ക്ക് മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം, 2 സൈഡിലും ഒരേപോലെ കുക്ക് ആവാനായിട്ട്. ഓവനിലേക്ക് വെച്ച് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക. ഇവിടെ ഞാൻ പിസ്സയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ച് നമ്മുടെ ചിക്കൻ ആ ഫോയിൽ പേപ്പറിലേക്ക് വെച്ചിട്ട് 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓവനിലോട്ട് നമുക്കിതിനെ മാറ്റാം. ഒരു 35 to 40 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഓവനിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസസ് മാറ്റി അതവിടെ നിന്ന് ഗ്രില്ലാവട്ടെ. ഈ സമയത്ത് നമുക്ക് ചിക്കൻ സ്റ്റീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് സോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റിനെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ പൊട്ടറ്റോസ് കട്ട് ചെയ്യുന്ന പോലെ ക്യാരറ്റ്സ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ബെൽ പെപ്പേഴ്സ് 2 കളറിൽ എടുത്തിട്ടുണ്ട്, യെല്ലോയും ഗ്രീനും. അത് കുറച്ച് വലിയ പീസസ് ആയിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. 1-2 ബീൻസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രൊക്കോളിയുടെ പീസസ് ആ എതിലുകൾ ജസ്റ്റ് നടത്തി എടുത്തിരിക്കുകയാണ്. കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊട്ടറ്റോസ് കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പൊട്ടറ്റോസും കോളിഫ്ലവറും ബ്രൊക്കോളിയും ഇത് 3ഉം ഞാൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് തിളച്ച വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഇട്ട് അതിൻ്റെ ആ ഒരു പച്ച ചൊവ, അതിൻ്റെ ഒരു പച്ച മണം മാറാനായിട്ടാണ്. ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത അതേ പാനിലേക്ക് ഈ വെജിറ്റബിൾസ് ഓരോന്നും ഇട്ട് സോട്ട് ചെയ്യുക.
ഏറ്റവും ആദ്യം ഞാൻ ബീൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ബീൻസ് ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ബീൻസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് നമ്മൾ സോട്ട് ചെയ്യുകയാണ്. ബീൻസ് ജസ്റ്റ് ഒന്ന് സോട്ടായി കഴിയുമ്പോൾ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഏതൊക്കെ വെജിറ്റബിൾസ് ചേർക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ചിക്കൻ സ്റ്റിക്കിന് ടേസ്റ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നുമില്ല. ഈ വെജിറ്റബിൾസിൻ്റെതായ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ ചിക്കൻ ഗ്രില്ല് ചെയ്ത് അതേ പാനിൽ തന്നെ ഇട്ട് നമ്മൾ വെജിറ്റബിൾസും സോട്ട് ചെയ്യുമ്പം ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും അതിലെ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി ചേർന്നിട്ട് ആ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പം ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ വരുന്നത് കൊണ്ടും വളരെ കളർഫുൾ ആയതുകൊണ്ടും കുട്ടികൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് സോട്ടായി അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിക്കഴിയുമ്പം നമുക്ക് ബാക്കി വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാം. പൊട്ടറ്റോസും കോളിഫ്ലവറും ബ്രോക്കോളിയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ സോട്ട് ചെയ്യാം. കാരണം അപ്പം നമുക്ക് വെജിറ്റബിൾസ് നന്നായിട്ട് സോട്ടായി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണെങ്കിൽ ഫ്ലെയിം ചെറുതാക്കിയിട്ട് മാത്രമേ പോകാവുള്ളൂ. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും നമുക്ക് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും നമ്മുടെ എരിവിനനുസരിച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. കുട്ടികളുണ്ടെങ്കിൽ എരിവ് കുറച്ച് മതി. അതേപോലെ ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് അത്യാവശ്യം ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഞാൻ ഓൾറെഡി ഓവനിലേക്ക് വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂടെ ഈ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് ചിക്കനും ഈ വെജിറ്റബിൾസും ഒരുമിച്ച് ഓവനിൽ കിടന്ന് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഓവൻ ഇല്ലാത്തവർ ചിക്കൻ ഏത് പാനിലാണോ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഈ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ വെജിറ്റബിൾസും കൂടി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഒരു സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ സ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ളൊരു സോസ്. അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഒരു 1-1.5 ടീസ്പൂൺ എണ്ണ ആഡ് ചെയ്യുക. ചിക്കൻ സ്റ്റിക്കിന് വേണ്ടി എപ്പം എണ്ണ യൂസ് ചെയ്താലും ഒലിവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പം ജിഞ്ചർ ഗാർലിക് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ജിഞ്ചർ ഗാർലിക്കാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും ചേർക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ച മണം റോ ടേസ്റ്റ് മാറിക്കഴിയുമ്പം സോസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ സാധാരണ വെള്ളം ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിരുന്ന ആ പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തിട്ടാണ് ചേർക്കുന്നത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂണോളം സോയ സോസ് ഒഴിക്കാം. നമ്മുടെ സോസിന് ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഹണി ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ സോസിൻ്റെ സ്പൈസിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും ഒക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. സോസ് നന്നായിട്ട് തിളച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ബ്ലെൻഡ് ആയി കഴിഞ്ഞിട്ട് 1 ടീസ്പൂണോളം കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒഴിക്കുകയാണ് നമ്മുടെ സോസ് ഒന്ന് തിക്കാവാനായിട്ട്. കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ സോസ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ സ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനും വെജിറ്റബിൾസും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ആ ചിക്കൻ്റെ ആ ഒരു വലിയ പീസ്, ആ ബ്രസ്റ്റ് പീസ് എടുത്ത് വെക്കുന്നുണ്ട്. ഞാനതൊന്ന് നൈഫ് വെച്ച് ജസ്റ്റ് കട്ട് ചെയ്ത് പീസസ് ആക്കുകയാണ്. ചിക്കൻ സ്റ്റീക്ക് പ്ലേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു കംപ്ലീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ അമ്മൂസ് മന്ത്ര എന്നൊരു ചാനലിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അമ്മൂസ് മന്ത്ര എന്നുള്ളത് എൻ്റെ ചാനലാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐക്കാർട്ടിലും കൊടുത്തേക്കാം. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറ്റുമെങ്കിൽ അമ്മൂസ് മന്ത്ര ഒന്ന് വിസിറ്റ് ചെയ്യുക. അതിലെ ഇഷ്ടപ്പെട്ട വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ എന്നെ അറിയിക്കുക. ചിക്കൻ സ്റ്റീക്കിൻ്റെ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രില്ല് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് സൈഡിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ ഫ്രഞ്ച് ഫ്രൈസും 2 ലെമണും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ മുകളിലൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കാം. അതോടുകൂടി നമ്മുടെ ചിക്കൻ സ്റ്റീക്കിൻ്റെ പ്ലേറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തത്. ഇതുവരെ ഇങ്ങനെയൊരു ഡിഷ് കഴിച്ചു നോക്കിയിട്ടില്ലാത്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം വളരെ കളർഫുള്ളാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്,
വെജിറ്റബിൾസ് ഉണ്ട്. വെജിറ്റബിൾസിൻ്റെ കാര്യം പ്രത്യേകം പറയണം, ചിക്കനേക്കാളും ടേസ്റ്റിയാണ്, വളരെ ക്രഞ്ചിയാണ് ആ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട്. എസ്പെഷ്യലി ആ പൊട്ടറ്റോസും കോളിഫ്ലവറും ഒക്കെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കഴിക്കുമ്പം ആ സോസിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ ചിക്കൻ സ്റ്റീക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. വേറൊരു നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.